ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മണ്ണാറശാല നാഗരാജ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം അറിയുമോ? പണ്ട് വസുദേവൻ എന്നും ശ്രീദേവി എന്നും പേരുള്ള ഒരു ബ്രാഹ്മണ ദമ്പതികളുണ്ടായിരുന്നു. അവർക്ക് മക്കളില്ലാത്തതിന്റെ ദുഃഖമുണ്ടായിരുന്നു. അങ്ങനെ അവർ ഒരു കുഞ്ഞിന് വേണ്ടി സർപ്പരാജാവിനെ പൂജിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം നാഗരാജാവിന്റെ വാസസ്ഥലത്ത് ഒരു വലിയ കാട്ടുതീയുണ്ടായി. തീയിൽപ്പെട്ട് സർപ്പങ്ങൾക്ക് പൊള്ളലേറ്റു. ഇത് കണ്ട വസുദേവനും ശ്രീദേവിയും വേദനയോടെ ആ സർപ്പങ്ങളെ പരിചരിച്ചു. അവരുടെ സ്നേഹത്തിലും ദയയിലും സർപ്പദൈവങ്ങൾ സന്തുഷ്ടരായി. അപ്പോഴേക്കും കാട്ടുതീ കെട്ടടങ്ങി. തീയെല്ലാം കെട്ട് ആ മണ്ണ് തണുത്തപ്പോൾ ആ സ്ഥലത്തിന് മണ്ണാറിയശാല എന്ന പേര് ലഭിച്ചു. കാലക്രമേണ അത് മണ്ണാറശാല എന്നറിയപ്പെടാൻ തുടങ്ങി. ഈ സംഭവങ്ങൾക്കു ശേഷം ശ്രീദേവി അന്തർജനത്തിന് ഒരു കുഞ്ഞുണ്ടായി. ഒപ്പം 5 തലകളുള്ള ഒരു സർപ്പശിശുവും ജനിച്ചു. മനുഷ്യശിശു വളർന്ന് ഒരു ഗൃഹസ്ഥനായി. അപ്പോൾ നാഗരാജാവ് പറഞ്ഞു, ഇനി ഞാൻ മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് ശരിയല്ല. എനിക്ക് ശാന്തമായ ഒരിടം വേണം. അങ്ങനെ പറഞ്ഞ് നാഗരാജാവ് ശാന്തമായ ഒരു സങ്കേതത്തിലേക്ക് നീങ്ങി. ആ സ്ഥലമാണ് ഇന്ന് മണ്ണാറശാല ക്ഷേത്രമായി അറിയപ്പെടുന്നത്.